നമസ്കാരം സുഹൃത്തുക്കളെ, 8.1 റേറ്റിംഗ് ഉള്ള ഒരു ക്രൈം ത്രില്ലർ ഹിന്ദി സിനിമയാണ് കഹാനി. സിനിമയുടെ തുടക്കത്തിൽ ഒരു ലബോറട്ടറിയാണ് കാണിക്കുന്നത്. ലബോറട്ടറിയിലെ സയൻറ്റിസ്റ്റ് ഒരു പോയിസൺ ഗ്യാസ് ഉണ്ടാക്കുന്നുണ്ട്. ആ ഗ്യാസ് അവിടെയുള്ള എലികൾക്ക് കൊടുക്കുമ്പോൾ തന്നെ ആ എലികൾ എല്ലാം തന്നെ മരിച്ചു പോകുന്നു. ഇനി സിനിമയിൽ കാണിക്കുന്നത് കൊൽക്കത്ത മെട്രോ ട്രെയിനാണ്. സഞ്ചരിക്കാൻ തയ്യാറായി നിൽക്കുന്ന ആ ട്രെയിനിലേക്ക് ആൾക്കാരെല്ലാം കയറുന്നുണ്ട്. ഈ ആൾക്കാരുടെ കൂടെ അരൂപ് എന്ന് പേരുള്ള ഒരാളും ട്രെയിനിൽ കയറുന്നുണ്ട്. ട്രെയിനിൽ കയറിയ അരൂപ് ഒരു ബാഗ് തപ്പുന്നുണ്ട്. അരൂപിന് എത്ര അന്വേഷിച്ചിട്ടും ആ ബാഗ് കിട്ടുന്നില്ല. ഈ സമയം ട്രെയിനിനകത്ത് ഒരു കുഞ്ഞു കരയുന്നുണ്ട്. ഇത് കണ്ട് അടുത്തിരുന്ന സ്ത്രീ ആ കുഞ്ഞിൻ്റെ അമ്മയുടെ അടുത്ത് പറയുന്നു, കുഞ്ഞിന് പാല് കൊടുക്കാൻ. ആ അമ്മ പറയുന്നു, ഞാൻ പാൽ കുപ്പി എടുത്തു കൊണ്ടുവരാൻ മറന്നുപോയി. ഈ സമയം അടുത്ത സ്റ്റോപ്പ് എത്തിയിരുന്നു. അമ്മ ആ സ്റ്റോപ്പിൽ ഇറങ്ങാൻ തയ്യാറാകുന്നു. ഈ സമയം ആ അമ്മയും കുഞ്ഞും ഇരുന്ന സ്ഥലത്ത് തന്നെ ഒരു ബാഗ് ഉണ്ടായിരുന്നു. ബാഗിനകത്ത് ഒരു പാൽക്കുപ്പിയും. ഇത് തൊട്ടടുത്തിരുന്ന സ്ത്രീ കാണുകയും ആ ബാഗിലിരുന്ന പാൽക്കുപ്പി എടുത്ത് നീട്ടിയിട്ട് ഇറങ്ങാൻ തയ്യാറാകുന്ന ആ അമ്മയുടെ അടുത്ത് പറയുന്നു, നിങ്ങളുടെ ബാഗിൽ തന്നെ പാൽക്കുപ്പി ഉണ്ടായിരുന്നല്ലോ, ദാ എന്ന് പറഞ്ഞ് പാൽക്കുപ്പി നീട്ടുന്നു. വാങ്ങാൻ തയ്യാറായ അമ്മയുടെ കയ്യിൽ നിന്നും ആ പാൽക്കുപ്പി തറയിൽ വീണ് പൊട്ടുകയും ചെയ്യുന്നു. ഇത് അരൂപ് കാണുന്നു. അരൂപ് അന്വേഷിച്ച് നടന്ന ബാഗ് അത് തന്നെയായിരുന്നു. ആ പാൽക്കുപ്പി തറയിൽ വീണ് പൊട്ടുകയും പൊട്ടിയ പാൽക്കുപ്പിയിൽ നിന്ന് ഒരുതരം വാതകം പുറത്തേക്ക് വരികയും ഈ വാതകം ശ്വസിച്ച് ആ ട്രെയിനിൽ അപ്പോൾ ഉണ്ടായിരുന്ന എല്ലാ പേരും മരിക്കുകയും ചെയ്യുന്നു. ഇതൊരു വലിയ ബ്രേക്കിംഗ് ന്യൂസ് ആയിട്ട് എല്ലാ ന്യൂസ് ചാനലുകളിലും കാണിക്കുന്നുണ്ട്. പക്ഷേ ഇതാരാണ് ചെയ്തതെന്ന് മാത്രം കണ്ടുപിടിക്കാൻ കഴിയുന്നില്ല. അങ്ങനെ 2 വർഷം കഴിഞ്ഞു പോവുകയാണ്. അടുത്ത് സിനിമയിൽ കൊൽക്കത്ത എയർപോർട്ട് കാണിക്കുകയാണ്. എയർപോർട്ടിൽ വിദ്യ എന്ന് പറയുന്ന ഒരു പെണ്ണ് വന്നിറങ്ങുന്നുണ്ട്. അവൾ ഗർഭിണിയാണ്. വിദ്യ ലണ്ടനിൽ നിന്നാണ് വന്നിരിക്കുന്നത്. എയർപോർട്ടിൽ നിന്ന് വിദ്യ നേരെ പോകുന്നത് പോലീസ് സ്റ്റേഷനിലേക്കാണ്. അവിടെ എത്തി വിദ്യ തൻ്റെ ഭർത്താവ് മിസ്സിംഗ് ആണ് എന്നൊരു പരാതി കൊടുക്കുന്നു. ഭർത്താവിൻ്റെ പേര് അർണബ് എന്നാണ്. അർണബ് ലണ്ടനിൽ നിന്നും NDA എന്ന് പറയുന്ന കൊൽക്കത്തയിലെ ഒരു കമ്പനിക്ക് വേണ്ടി ജോലി ചെയ്യാൻ വേണ്ടി ഇവിടെ എത്തിയതാണ്. ആദ്യമൊക്കെ വിദ്യയെ അവൻ ഫോൺ ചെയ്യുമായിരുന്നു. ഇപ്പോൾ ഫോൺ ചെയ്യാറേയില്ല. അങ്ങനെ ഭർത്താവിനെ അന്വേഷിച്ചാണ് വിദ്യ ലണ്ടനിൽ നിന്നും ഇപ്പോൾ ഇവിടേക്ക് എത്തിയിരിക്കുന്നത്. കേസെല്ലാം രജിസ്റ്റർ ചെയ്തതിന് ശേഷം പോലീസ് സ്റ്റേഷനിൽ നിന്നും വിദ്യ പോകാൻ തയ്യാറാകുമ്പോൾ പോലീസ് സ്റ്റേഷനിലെ കമ്പ്യൂട്ടറിൽ ഒരു ഇറർ കാണിക്കുന്നുണ്ട്. ഈ കമ്പ്യൂട്ടർ കൈകാര്യം ചെയ്യുന്നത് റാണ എന്ന കോൺസ്റ്റബിളാണ്. അയാൾ എത്ര ശ്രമിച്ചിട്ടും കമ്പ്യൂട്ടർ ശരിയാക്കാൻ കഴിയുന്നില്ല. ഈ സമയം വിദ്യ അവരെ സഹായിക്കുന്നു. കാരണം വിദ്യ ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആണ്. ഇതിനുശേഷം വിദ്യ പോലീസ് ജീപ്പിൽ തന്നെ കോൺസ്റ്റബിൾ റാണയുമൊത്ത് തൻ്റെ ഹസ്ബൻഡ് താമസിച്ചിരുന്ന ഹോട്ടലിലേക്ക് പോവുകയാണ്. അവിടെ ചെന്ന് അന്വേഷിക്കുമ്പോഴോ അർണബ് എന്ന് പേരുള്ള ആരും തന്നെ ആ ഹോട്ടലിൽ താമസിച്ചിട്ടില്ല എന്നാണ് അവിടെയുള്ളവർ പറയുന്നത്. ഇതുമാത്രമല്ല, ആ ഹോട്ടലിൽ താമസിക്കുന്നവരുടെ കൃത്യമായ ഡേറ്റയൊന്നും ആ ഹോട്ടലിൽ അങ്ങനെ സൂക്ഷിച്ച് വയ്ക്കാറില്ല. അതൊരു ലോക്കൽ ഹോട്ടലായിരുന്നു. വിദ്യയും അവിടെ തന്നെ താമസിക്കാൻ തയ്യാറാവുകയാണ്. പിറ്റേ ദിവസം അർണബ് ജോലി ചെയ്തിരുന്ന നാഷണൽ ഡേറ്റാ സെന്ററിലേക്ക് വിദ്യ പോവുകയാണ്. അവിടെ എത്തി അവിടെയുള്ള HR മാനേജറായ മെലോയുടെ അടുത്ത് ചോദിക്കുന്നുണ്ട്, അർണബ് എന്ന് പേരുള്ള ആരെങ്കിലും ഇവിടെ വന്നിട്ടുണ്ടോ എന്ന്. അർണബിൻ്റെ ഫോട്ടോയ്ക്ക് വിദ്യ കൊടുക്കുന്നുണ്ട്. അങ്ങനെയുള്ള ഒരാളെ അറിയില്ല എന്നാണ് HR മാനേജർ പറയുന്നത്. ഈ സമയം അവിടെയുള്ള സ്റ്റാഫ് വന്ന് വിദ്യയുടെ അടുത്ത് പറയുന്നു, വിദ്യയെ ഒരു പോലീസുകാരൻ അന്വേഷിച്ച് വന്നിരിക്കുന്നുവെന്ന്. അത് വേറെ ആരുമായിരുന്നില്ല, കോൺസ്റ്റബിൾ റാണയായിരുന്നു. കോൺസ്റ്റബിൾ റാണ വിദ്യയും കൊണ്ട് നേരെ മോർച്ചറിയിലേക്കാണ് പോകുന്നത്. കാരണം അവർക്ക് ഒരു ബോഡി കിട്ടിയിട്ടുണ്ട്. അത് അർണബിൻ്റെ ആണോ എന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനാണ് വിദ്യയെ കൊണ്ടുപോകുന്നത്. പക്ഷേ അത് അർണബിൻ്റെ ബോഡി ആയിരുന്നില്ല. ഈ സമയം നാഷണൽ ഡേറ്റാ സെന്ററിലെ HR മാനേജറായ മെലോ വിദ്യ കൊടുത്തിട്ട് പോയ ഫോട്ടോ ഒന്ന് ചെക്ക് ചെയ്യുന്നുണ്ട്. അതിലെ അർണബിൻ്റെ ഫോട്ടോ കാണുമ്പോൾ മെലോയ്ക്ക് ഒരു കാര്യം മനസ്സിലാകുന്നുണ്ട്. ഇവിടെ ജോലി ചെയ്തിരുന്ന മിലൻ എന്ന് പറയുന്ന ആളുമായി അർണബിൻ്റെ മുഖം നല്ല മാച്ച് ആകുന്നുണ്ട്. ഈ സമയം വിദ്യ കോൺസ്റ്റബിൾ റാണയും കൊണ്ട് അർണവ് പഠിച്ച സ്കൂളിലും പിന്നെ അവൻ്റെ വീട്ടിലും ഒക്കെ പോയി അന്വേഷിക്കുന്നുണ്ട്. അപ്പോൾ അവർക്ക് ഒരു കാര്യം മനസ്സിലാകുന്നുണ്ട്, അർണബ് എന്ന് പറയുന്ന ആൾ അങ്ങനെ ഒരു സ്കൂളിൽ പഠിച്ചിട്ടില്ല, അർണബിന് അങ്ങനെ ഒരു വീടുമില്ല എന്നുള്ള കാര്യം. ഈ സമയം നാഷണൽ ഡേറ്റാ സെൻറ്ററിലെ HR മാനേജറായ മെലോ മിലൻ്റെ അഡ്രസ്സൊക്കെ തപ്പാൻ വേണ്ടി കമ്പ്യൂട്ടറിൽ തിരയുന്നുണ്ട്. പക്ഷേ എത്ര ശ്രമിച്ചിട്ടും കമ്പ്യൂട്ടറിൽ നിന്ന് മിലൻ്റെ ഒരു ഡീറ്റെയിലും ആക്സസ് ചെയ്യാൻ പറ്റുന്നില്ല. എന്തുകൊണ്ടാണ് മിലൻ്റെ ഡീറ്റെയിൽ കമ്പ്യൂട്ടറിൽ നിന്നും ആക്സസ് ചെയ്യാൻ പറ്റാത്തത് എന്ന് അവിടെയുള്ള ഒരു സ്റ്റാഫിനെ വിളിച്ച് HR മാനേജർ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അയാൾ പറയുന്നത്, ത്യാഗി സാർ വന്നാലേ ഇതിനെക്കുറിച്ച് അറിയാൻ കഴിയൂ എന്ന്. അന്ന് രാത്രി തന്നെ HR മാനേജർ വിദ്യയെ വിളിച്ചിട്ട് ഒരു കോഫി ഷോപ്പിലേക്ക് വരാൻ പറയുന്നു. എന്നിട്ട് വിദ്യയുടെ അടുത്ത് പറയുന്നു, പണ്ട് എൻ്റെ ഓഫീസിൽ ജോലി ചെയ്തിരുന്ന മിലൻ എന്ന് പറയുന്ന ആളുമായി നിങ്ങളുടെ ഭർത്താവിൻ്റെ ഫോട്ടോ നല്ല മാച്ച് ചെയ്യുന്നുണ്ട്.
ഞാനിത് കമ്പ്യൂട്ടറിൽ നിന്ന് ആക്സസ് ചെയ്യാൻ നോക്കി, പക്ഷേ കഴിഞ്ഞില്ല. ഇത് കേട്ട് വിദ്യ ചോദിക്കുന്നു, ഞാൻ എൻ്റെ ഭർത്താവിനെ അന്വേഷിച്ചാണ് വന്നത്, മിലനുമായിട്ട് എനിക്കെന്താണ് ബന്ധം? എന്നാൽ ആ HR മാനേജർ പറയുന്നത് ഇങ്ങനെയാണ്, എന്നാലും നീ ഒന്ന് അന്വേഷിച്ചു നോക്കൂ, ചിലപ്പോൾ എന്തെങ്കിലും പ്രയോജനം ഉണ്ടായാലോ. ഞാൻ വർക്ക് ചെയ്യുന്ന ഓഫീസിൽ അന്വേഷിച്ചിട്ട് നടന്നില്ല എന്നുണ്ടെങ്കിൽ എൻ്റെ പഴയ ഓഫീസിൽ അന്വേഷിച്ചാൽ മതി, അവിടെ എല്ലാവരുടെയും ഡേറ്റ സൂക്ഷിച്ചിട്ടുണ്ട്. ഇതിനുശേഷം സിനിമയിൽ കാണിക്കുന്നത് നാഷണൽ ഡാറ്റാ സെന്ററിൽ ജോലി ചെയ്യുന്ന ത്യാഗി ഓഫീസിലേക്ക് ജോലിക്ക് എത്തിയിരിക്കുകയാണ്. ത്യാഗിയുടെ ഫോണിലേക്ക് സ്റ്റാഫ് വിളിച്ചിട്ട് പറയുന്നു, HR മാനേജർ മിലനെ കുറിച്ചുള്ള ഡേറ്റ അന്വേഷിച്ചിരുന്നുവെന്ന്. ഇത് കേൾക്കുന്ന ത്യാഗി പറയുന്നു, അവർക്കെന്താ ഇതിൻ്റെയൊക്കെ ആവശ്യമെന്ന്. പിന്നെ കാണിക്കുന്നത് സിനിമയിൽ ബോബ് എന്ന വാടക കൊലയാളിയാണ്. അയാളുടെ ഫോണിലേക്ക് HR മാനേജറുടെ ഫോട്ടോ ആരോ അയച്ചു കൊടുത്തിരിക്കുന്നു. ബോബ് HR മാനേജറുടെ വീട്ടിലെത്തി അവരെ വെടിവെച്ച് കൊല്ലുന്നു. അടുത്ത് ഇന്റലിജൻസ് ഓഫീസർ ഖാനെയാണ് കാണിക്കുന്നത്. ഖാൻ തൻ്റെ സീനിയർ ഓഫീസറായ ഭാസ്കറിൻ്റെ അടുത്ത് പറയുന്നു, ഞാൻ കൽക്കട്ടയിലേക്ക് പോകുന്നു, അവിടെ ഒരു കൊലപാതകം നടന്നിരിക്കുന്നു. ഇത് കേൾക്കുന്ന സീനിയർ ഓഫീസറായ ഭാസ്കരൻ പറയുന്നത് ഇങ്ങനെയാണ്, നീ എന്തിനാ ഈ കൊലപാതക കുറ്റമൊക്കെ അന്വേഷിക്കാൻ പോകുന്നത്? അതൊക്കെ അവിടുത്തെ ലോക്കൽ ഓഫീസർമാർ അന്വേഷിച്ചു കൊള്ളും. ഖാൻ പറയുന്നു, മരിച്ചത് നാഷണൽ ഡാറ്റാ സെന്ററിലെ HR മാനേജറാണ്. അവർ മരിക്കുന്നതിന് മുമ്പ് മിലനെ കുറിച്ചുള്ള ഡീറ്റെയിൽ ആണ് അന്വേഷിച്ചത്. ഇത് കേട്ട പാടെ തന്നെ ഭാസ്കർ ഖാനെ കൊൽക്കട്ടയിലേക്ക് ഈ കേസ് അന്വേഷിക്കാൻ പറഞ്ഞുവിടുന്നു. കൊൽക്കട്ട പോലീസ് സ്റ്റേഷനിലെത്തിയ ഖാൻ ചോദിക്കുന്നുണ്ട്, HR മാനേജറെ അന്വേഷിച്ചു പോയത് എന്തിനാണ്? മിലനെ കുറിച്ച് അന്വേഷിക്കുന്നത് ആരാണ്? ഇതിനുശേഷം വിദ്യയെ വിളിച്ചിട്ട് ചോദിക്കുന്നുണ്ട്, മിലനെ കുറിച്ച് നിങ്ങൾ എന്തിനാണ് അന്വേഷിക്കുന്നത്? മിലൻ എന്ന് പറയുന്ന ആൾ യഥാർത്ഥത്തിലില്ല, അങ്ങനെയുള്ള ഒരാൾ ഡേറ്റാ സെന്ററിൽ ജോലിയും ചെയ്തിട്ടില്ല. ഇത് കേൾക്കുന്ന വിദ്യ പറയുന്നത് ഇങ്ങനെയാണ്, ഞാൻ അന്വേഷിച്ചു പോയത് എൻ്റെ ഭർത്താവിനെയാണ്, ഞാൻ എൻ്റെ ഭർത്താവിനെ അന്വേഷിച്ച് കണ്ടുപിടിക്കുക തന്നെ ചെയ്യും. എന്നിട്ട് വിദ്യ പോലീസ് സ്റ്റേഷനിൽ നിന്നും ഇറങ്ങിപ്പോകുന്നു. ഇതിനുശേഷം ഖാൻ തൻ്റെ സീനിയർ ഓഫീസറായ ഭാസ്കരനെ വിളിച്ചിട്ട് കാര്യം പറയുന്നു. അതൊരു ഗർഭിണിയായ സ്ത്രീയാണ്, അവൾ അവളുടെ ഭർത്താവിനെ തേടി എത്തിയിരിക്കുകയാണ്, അവളെ കൊണ്ട് നമുക്ക് ഒന്നുമില്ല. ഇതിനുശേഷം കാണിക്കുന്നത് ഖാന്റെ സീനിയർ ഓഫീസറായ ഭാസ്കരൻ പ്രതാപ് എന്ന് പറയുന്ന ഒരാളെ വിളിച്ചിട്ട് പറയുകയാണ്, നീ വീണ്ടും ഇന്റലിജൻസിൽ ജോയിൻ ചെയ്യണം. ഇത് കേൾക്കുന്ന പ്രതാപൻ പറയുന്നത് ഇങ്ങനെയാണ്, ഞാൻ ട്രെയിൻ ചെയ്യിപ്പിച്ച ഒരുത്തൻ തന്നെയാണ് ഒരുപാട് പേരുടെ ജീവൻ എടുത്തത്, അവനെ സഹായിക്കുന്നവൻ നിങ്ങളുടെ ടീമിൽ തന്നെയുണ്ട്. മിലനെ സഹായിക്കുന്നവനെ പിടിക്കാതെ ഞാൻ ഇനി ഒരിക്കലും നിങ്ങളുടെ ഡിപ്പാർട്ട്മെന്റിൽ ജോയിൻ ചെയ്യില്ല എന്ന് പ്രതാപൻ പറയുന്നു. ഈ സമയം വാടക കൊലയാളി ബോബിന് ഒരു കോൾ വരുന്നുണ്ട്. ആ കോളിൽ പറയുന്നത് ഇങ്ങനെയാണ്, പഴയ ഡേറ്റാ സെന്ററിന്റെ ഓഫീസിൽ രാത്രി ചെന്ന് മിലന്റെ ഡേറ്റ കളക്ട് ചെയ്യണമെന്ന്. എന്നാൽ ബോബ് അവിടെ എത്തുന്നതിന് മുമ്പ് തന്നെ കോൺസ്റ്റബിൾ റാണിയും വിദ്യയും അവിടെ എത്തുകയും മിലന്റെ ഫയൽ അവർ കണ്ടെത്തുകയും ചെയ്യുന്നു. മിലന്റെ ഫോട്ടോ കാണുന്ന വിദ്യ അതിശയിക്കുന്നു. തൻ്റെ ഭർത്താവായ അർണബിന്റെ അതേ മുഖച്ഛായ തന്നെയായിരുന്നു ഈ മിലനും. വിദ്യ ഈ ഫയലുമായി ഖാനെ ചെന്ന് കാണുന്നു. എന്നിട്ട് പറയുന്നു, മിലൻ എന്ന് പറയുന്ന ആൾ ഡേറ്റാ സെന്ററിൽ ജോലി ചെയ്തിരുന്നു. അപ്പോഴാണ് ഖാൻ ആ കാര്യം പറയുന്നത്. 2 വർഷത്തിന് മുമ്പ് മെട്രോ ട്രെയിനിലുണ്ടായ കൂട്ടമരണത്തിന് കാരണക്കാരൻ ഇവനാണ്. ഇവൻ ഇപ്പോൾ എവിടെയാണെന്ന് ആർക്കും അറിയില്ല. അതുകൊണ്ട് തന്നെ ഇവനെ പിടിക്കാൻ വേണ്ടി ഇവന്റെ ഡീറ്റെയിൽ എല്ലാം ഹൈഡ് ചെയ്ത് വെച്ച് ഇപ്പോൾ അന്വേഷണം നടക്കുകയാണ്. ഇത് കേൾക്കുന്ന വിദ്യ പറയുന്നത് ഇങ്ങനെയാണ്, ഇവന്റെ ഫേസ് എൻ്റെ ഹസ്ബൻഡിനെ പോലെ തന്നെയാണ്. ഇവൻ കാരണം എൻ്റെ ഹസ്ബൻഡിന് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഞാനത് കണ്ടുപിടിക്കും എന്ന് പറഞ്ഞിട്ട് വിദ്യ അവിടെ നിന്നും പോകുന്നു. ഇങ്ങനെ വിദ്യ മെട്രോ ട്രെയിനിൽ കയറി പോകാൻ വേണ്ടി അവിടെ നിൽക്കുന്ന സമയത്ത് ബോബ് പുറകെ വന്ന് വിദ്യയെ പിടിച്ച് തള്ളുന്നുണ്ട് കൊല്ലാൻ വേണ്ടി. എന്നിട്ട് ബോബ് തന്നെ വിദ്യയെ വീഴാതെ പിടിക്കുകയും ചെയ്യുന്നു. അതിനുശേഷം ബോബ് വിദ്യയുടെ അടുത്ത് ഇങ്ങനെ പറയുന്നു, നിങ്ങൾ ഈ നശിച്ച നാട്ടിൽ നിന്ന് പോയിക്കോ, ഈ നാട് അത്ര നല്ലതല്ല, ഇവിടെ നിന്നാൽ ഞാൻ തന്നെ നിങ്ങളെ കൊല്ലേണ്ടി വരും. ഇത് കേട്ട് വിദ്യ അവിടെ നിന്നും പേടിച്ച് ഓടി രക്ഷപ്പെടുന്നു. എന്നാൽ വിദ്യ മിലനെ അന്വേഷിക്കുന്നതിൽ നിന്നും പിന്മാറുന്നില്ല. റാണയും വിദ്യയും കൂടി മിലൻ താമസിച്ചിരുന്ന സ്ഥലത്ത് എത്തുന്നുണ്ട്. ആ റൂം അടച്ചിട്ടിരുന്നു. റാണയുടെ സഹായത്തോടു കൂടി പൂട്ട് പൊളിച്ച് അകത്ത് കയറുമ്പോൾ അവർക്ക് ഒരു ബ്ലഡ് ബാങ്കിന്റെ സർട്ടിഫിക്കറ്റ് അവിടെ നിന്ന് കിട്ടുന്നുണ്ട്. ഇതിനുശേഷം അടുത്തുള്ള ചായക്കടയിൽ അന്വേഷിക്കുന്നുണ്ട്, മിലൻ ഇവിടെ ചായ കുടിക്കാൻ വരാറുണ്ടോ എന്ന്. അപ്പോൾ ആ ചായക്കടയിലുള്ള ഒരു പയ്യനാണ് മിലന് ചായ കൊണ്ട് അവിടെ കൊടുക്കാറുണ്ട് എന്നുള്ള കാര്യം അറിയുന്നു. അവിടെ ചായ കൊണ്ട് കൊടുക്കാൻ പോകുമ്പോൾ മിലനെ അന്വേഷിച്ച് വേറൊരാൾ അവിടെ വരാറുണ്ടായിരുന്നു എന്നുള്ള കാര്യവും ഈ പയ്യനിൽ നിന്ന് വിദ്യയ്ക്ക് അറിയാൻ കഴിയുന്നുണ്ട്. മിലനെ കാണാൻ വരുന്ന ആളെ ഇനി കണ്ടാൽ മനസ്സിലാകുമോ എന്ന് ആ പയ്യൻ്റെ അടുത്ത് വിദ്യ ചോദിക്കുമ്പോൾ കണ്ടാൽ തിരിച്ചറിയാൻ കഴിയുമെന്ന് പയ്യൻ പറയുന്നുണ്ട്. ഇതിനുശേഷം മിലന്റെ വീട്ടിൽ നിന്ന് കിട്ടിയ ബ്ലഡ് ബാങ്കിന്റെ സർട്ടിഫിക്കറ്റുമായി അവർ ആ ബ്ലഡ് ബാങ്കിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ അവർക്ക് ഒരു കാര്യം മനസ്സിലാകുന്നുണ്ട്, ഈ മിലന് ഒരു റയർ ബ്ലഡ് ഗ്രൂപ്പാണ്. അതുകൊണ്ട് തന്നെ ബ്ലഡ് സ്റ്റോർ ചെയ്ത് വയ്ക്കാൻ വേണ്ടി മിക്കവാറും ബ്ലഡ് ബാങ്കിൽ ഈ മിലൻ വരാറുണ്ടെന്നും അവർക്ക് മനസ്സിലാകുന്നു. ഇതിനുശേഷം വിദ്യയും കൊണ്ട് റാണ ഒരു ലോക്കൽ ഇൻഫോമറെ അടുത്തേക്ക് പോകുന്നുണ്ട്. മുമ്പ് പോലീസ്
പോലീസിന് വേണ്ടി ഇൻഫർമേഷനൊക്കെ കൊടുത്തുകൊണ്ടിരുന്ന ആളാണ്. പക്ഷേ ഇപ്പോൾ ഇയാൾ ഈ ജോലിയൊന്നും ചെയ്യുന്നില്ല. ഈ ആളിൽ നിന്ന് ഇവർക്ക് ഒരു കാര്യം അറിയാൻ കഴിയുന്നു. മിലന് ഒരു വെടിയേറ്റിരുന്നു. മിലൻ ചികിത്സിക്കാൻ പോയ ഹോസ്പിറ്റലിന്റെ പേരും പിന്നെ ഡോക്ടറിന്റെ പേരും ഇയാൾ അവർക്ക് പറഞ്ഞു കൊടുക്കുന്നു. വിദ്യയും റാണയും നേരെ ആ ഹോസ്പിറ്റലിൽ ചെന്ന് ആ ഡോക്ടറിനെ കാണുന്നു. അന്ന് ആരെയാണ് ചെക്ക് ചെയ്തതെന്ന് എനിക്കറിയില്ല, ഞാൻ ഡീറ്റെയിൽ ചെക്ക് ചെയ്തിട്ട് നാളെ പറയാമെന്ന് ഡോക്ടർ പറയുന്നു. എന്നാൽ ഇതേ സമയത്ത് വാടക കൊലയാളിയായ ബോബിന്റെ മൊബൈലിലേക്ക് ഡോക്ടറിന്റെ ഫോട്ടോയും എത്തിയിരുന്നു. ഡോക്ടറിന്റെ ഫോട്ടോ കണ്ട ബോബ് ഡോക്ടറിനെ നേരിട്ട് ചെന്ന് കണ്ട് ഡോക്ടറിനെ കൊല്ലുന്നു. അങ്ങനെ മിലനെ കണ്ടുപിടിക്കാനുള്ള ആ വഴിയും അടയുകയാണ്. എന്നാൽ വിദ്യയും റാണയും ഈ മിലന് ചായ കൊണ്ട് കൊടുത്തിരുന്ന ഒരു പയ്യനില്ലേ, ആ പയ്യനെയും കൂട്ടി നാഷണൽ ഡേറ്റാ സെന്ററിലേക്ക് എത്തുകയാണ്. മിലനെ കാണാൻ വീട്ടിൽ ഒരാൾ വരുമായിരുന്നു എന്ന് പറഞ്ഞിരുന്നില്ലേ, അയാളെ കാണിച്ചു കൊടുക്കാൻ വേണ്ടി ആ പയ്യൻ ഒരാളെ കാണിച്ചു കൊടുക്കുന്നു. അത് ഡേറ്റാ സെന്ററിൽ ജോലി ചെയ്യുന്ന ഒരു മെയിൻ ഓഫീസറായ ശ്രീധരൻ എന്ന് പറയുന്ന ആളായിരുന്നു. ഓഫീസിന് പുറത്ത് നിൽക്കുന്ന വിദ്യയെ ഈ ശ്രീധരൻ ജസ്റ്റ് ആയിട്ട് ഒന്ന് കാണുന്നുണ്ട്. ഉടനെ തന്നെ ശ്രീധരൻ ഈ വിദ്യയുടെ ഫോട്ടോ വാടക കൊലയാളിയായ ബോബിന് അയച്ചു കൊടുക്കുന്നു. ബോബ് അടുത്ത് കൊല്ലാൻ വരുന്നത് വിദ്യയെയാണ്. വിദ്യയെ കൊല്ലാൻ വരുന്ന ബോബിനെ വിദ്യ തിരിച്ചറിയുന്നു. തന്നെ മെട്രോ ട്രെയിനിന്റെ അവിടെ വെച്ച് കൊല്ലാൻ ശ്രമിച്ചത് ഇയാളാണെന്ന് റാണയുടെ അടുത്ത് ചൂണ്ടിക്കാണിക്കുന്നു. റാണയെ കണ്ട ബോബ് അവിടെ നിന്നും പേടിച്ച് ഓടുകയാണ്. ഈ ഓട്ടത്തിനിടയിൽ ബോബ് ഒരു വണ്ടിക്കടിയിൽപ്പെട്ട് മരിക്കുന്നു. എന്നാൽ ബോബിന്റെ മൊബൈൽ ഫോൺ റാണയുടെ കയ്യിൽ കിട്ടുകയാണ്. ആ മൊബൈൽ ഫോൺ ചെക്ക് ചെയ്യുമ്പോഴോ ബോബ് ഇതുവരെ കൊന്നിട്ടുള്ളവരുടെ എല്ലാം ഫോട്ടോ ആ മൊബൈലിൽ ഉണ്ടായിരുന്നു. എല്ലാ ഇമേജും മൊബൈലിലേക്ക് അയച്ചിരിക്കുന്നത് ഇമെയിൽ മുഖേനയാണ്. ഈ ഇമേജ് ഉപയോഗിച്ച് ഏത് IP അഡ്രസ്സിൽ നിന്നാണ് ഈ ഇമേജ് എല്ലാം അയച്ചിരിക്കുന്നത് എന്ന് വിദ്യ കണ്ടുപിടിക്കുന്നു. ഇനി അറിയേണ്ടത് ഡേറ്റാ സെന്ററിൽ ജോലി ചെയ്യുന്ന ശ്രീധരന്റെ കമ്പ്യൂട്ടറുമായി ഈ IP അഡ്രസ്സ് മാച്ച് ചെയ്യുമോ എന്നാണ്. നാഷണൽ ഡേറ്റാ സെന്ററിലെ ജോലിയും കഴിഞ്ഞ് രാത്രി ശ്രീധരൻ വീട്ടിലേക്ക് പോയ സമയം നോക്കി അവിടെ ജോലി ചെയ്യുന്ന ഒരു സ്റ്റാഫിന്റെ സഹായത്തോടു കൂടി റാണയും വിദ്യയും ആ ഓഫീസിൽ കയറി ശ്രീധരന്റെ കമ്പ്യൂട്ടർ ഓപ്പൺ ചെയ്യുന്നു. ഓപ്പൺ ചെയ്യുന്ന സമയത്ത് തന്നെ ശ്രീധരന് ഒരു അലർട്ട് മെസ്സേജ് കിട്ടുന്നുണ്ട്. എന്തോ ഡൗട്ട് അടിച്ച ശ്രീധരൻ തിരിച്ച് ഓഫീസിലേക്ക് വരികയാണ്. എന്നാൽ ശ്രീധരൻ തിരിച്ച് ഓഫീസിൽ എത്തുന്നതിന് മുമ്പ് തന്നെ തനിക്ക് ആവശ്യമുള്ള എല്ലാ ഡേറ്റയും പെൻ ഡ്രൈവിൽ സേവ് ചെയ്തതിന് ശേഷം റാണയും വിദ്യയും ആ ഓഫീസിന്റെ പിൻവാതിൽ വഴി പുറത്തേക്ക് എത്തുകയും ചെയ്യുന്നു. ഇങ്ങനെ രക്ഷപ്പെട്ടു പോകുന്ന റാണയെയും വിദ്യയെയും ശ്രീധരൻ ഫോളോ ചെയ്യുന്നുണ്ട്. ഫോളോ ചെയ്ത് ഇവരെ ഒരു മാർക്കറ്റിൻ്റെ അവിടെ വെച്ച് ശ്രീധരൻ പിടിക്കുന്നുണ്ട്. ശ്രീധരനും റാണയുമായി ഫൈറ്റ് ആകുന്നു. ഫൈറ്റിനിടയിൽ ശ്രീധരൻ തോക്കെടുത്ത് വെടിവെക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഈ തോക്ക് തറയിൽ പോകുകയും ഈ തോക്ക് വിദ്യയുടെ കയ്യിൽ കിട്ടുന്നു. വിദ്യയുടെ കയ്യിൽ നിന്നും അബദ്ധത്തിൽ വെടിപൊട്ടി ശ്രീധരൻ മരിക്കുന്നു. ഈ സമയത്തു തന്നെ ഇന്റലിജൻസ് ഓഫീസർ ഖാനും ടീമും അവിടെ എത്തുന്നുണ്ട്. എന്നിട്ട് റാണയെ അടിക്കുന്നു. ഒരു ചെറിയ ജോലി തന്നാൽ അത് നേരെ ചെയ്യാൻ പോലും നിനക്ക് അറിയില്ല എന്ന് ചോദിക്കുന്നു. മിലനെ കണ്ടുപിടിക്കേണ്ട അവസാനത്തെ മാർഗം ഈ ശ്രീധരനായിരുന്നു. ശ്രീധരനും മരിച്ചു. ഇനി എങ്ങനെ കണ്ടുപിടിക്കും? ഇപ്പോഴാണ് വിദ്യയ്ക്ക് ഒരു കാര്യം മനസ്സിലാകുന്നത്. ഈ റാണ എന്ന കോൺസ്റ്റബിൾ വിദ്യയെ കൂടെ നടന്ന് സഹായിച്ചിരുന്നത് റാണയുടെ സ്വന്തം ഇഷ്ടപ്രകാരമായിരുന്നില്ല, ഇന്റലിജൻസ് ഓഫീസറായ ഖാന്റെ നിർദ്ദേശപ്രകാരമായിരുന്നു. കാരണം ഖാൻ നേരിട്ട് അന്വേഷണത്തിന് ഇറങ്ങിക്കഴിഞ്ഞാൽ മിലൻ ഇത് അറിയുകയും മിലൻ രക്ഷപ്പെടാനുള്ള ചാൻസ് കൂടുതലുമായിരുന്നു. എന്നാൽ ഗർഭിണിയായ ഒരു പെണ്ണ് തൻ്റെ ഭർത്താവിനെ അന്വേഷിച്ച് പോകുന്നതിൻ്റെ കൂട്ടത്തിൽ മിലനെയും അന്വേഷിക്കുകയാണെന്നേ അവർ വിചാരിക്കുകയുള്ളൂ. അത് മുഖേന മിലനെ കണ്ടുപിടിക്കുകയും ചെയ്യാം. ഇതായിരുന്നു ഖാന്റെ ഐഡിയ. ഖാൻ വിദ്യയുടെ അടുത്ത് ഒരു റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട്. വെടിയേറ്റ് മരിച്ച ശ്രീധരന്റെ കമ്പ്യൂട്ടർ ഒന്ന് ഹാക്ക് ചെയ്ത് നോക്കാൻ, ചിലപ്പോൾ എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ അത് മിലനെ പിടിക്കാൻ ഉപകാരപ്പെടുമെന്ന്. ആദ്യം വിസമ്മതിച്ച വിദ്യ അതിന് പിന്നീട് സമ്മതിക്കുന്നു. ആ കമ്പ്യൂട്ടർ ഹാക്ക് ചെയ്തിട്ട് ഉപകാരപ്രദമായ ഒന്നും തന്നെ കിട്ടുന്നില്ല. പക്ഷേ ഒരു കോഡ് കിട്ടുന്നുണ്ട്. 10 ഇംഗ്ലീഷ് അക്ഷരങ്ങൾ നിരത്തി വച്ചിരിക്കുന്ന ഒരു കോഡ്. വിദ്യയ്ക്കും ഖാനും അത് കണ്ടിട്ട് ഒന്നും മനസ്സിലായില്ല. പക്ഷേ കോൺസ്റ്റബിളായ റാണ അത് കണ്ടുപിടിക്കുന്നു. ആ കോഡ് മൊബൈലിൽ ടൈപ്പ് ചെയ്യുന്നു. അപ്പോഴാണ് മനസ്സിലാകുന്നത് അതൊരു ഫോൺ നമ്പറാണ് എന്ന്. ആ ഫോൺ നമ്പർ കാണുന്ന ഖാൻ അതിശയിക്കുന്നു. കാരണം ഖാന്റെ സീനിയർ ഓഫീസറായ ഇന്റലിജൻസ് ഓഫീസർ ശ്രീധരന്റെ ഫോൺ നമ്പറായിരുന്നു അത്. ഖാൻ വിദ്യയുടെ അടുത്ത് പറയുന്നു ശ്രീധരന്റെ ഫോണിലേക്ക് കോൾ ചെയ്യാൻ. വിദ്യ ഭാസ്കരൻ്റെ ഫോണിലേക്ക് കോൾ ചെയ്തിട്ട് പറയുന്നു, ഞാൻ ശ്രീധരൻ്റെ കമ്പ്യൂട്ടർ എല്ലാം സെർച്ച് ചെയ്തപ്പോൾ നിങ്ങളെക്കുറിച്ച് കുറച്ച് ഡീറ്റെയിലൊക്കെ എനിക്ക് അതിൽ നിന്ന് കിട്ടി. എൻ്റെ ഭർത്താവ് എവിടെയാണെന്ന് പറഞ്ഞാൽ ആ ഡോക്യുമെൻ്റൊക്കെ ഞാൻ നിങ്ങൾക്ക് തിരിച്ചു തരാമെന്ന് പറയുന്നു. ഇത് കേൾക്കുന്ന ഭാസ്കരൻ പറയുന്നത് ഇങ്ങനെയാണ്, നിങ്ങൾ പോലീസിന് പരാതി കൊടുക്കൂ, എനിക്കൊന്നും അറിയില്ല, എന്നിട്ട് ഫോൺ കട്ട് ചെയ്യുന്നു. കുറച്ച് സമയങ്ങൾക്കകം തന്നെ മറ്റൊരു ഫോൺ നമ്പറിൽ നിന്നും വിദ്യയ്ക്ക് കോൾ വരികയാണ്. വിദ്യയുടെ കയ്യിലുള്ള ആ ഡീറ്റെയിൽ എല്ലാം കൊടുക്കാൻ, എങ്കിൽ വിദ്യയുടെ ഭർത്താവ് എവിടെയുണ്ട് എന്ന് പറഞ്ഞു
പറഞ്ഞു കൊടുക്കാമെന്ന് പറയുന്നു. ഇപ്പോൾ ഖാന് പൂർണ്ണമായും ഒരു കാര്യം മനസ്സിലാകുന്നു. ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് മിലനെ സഹായിച്ചു കൊണ്ടിരുന്നത് വേറെ ആരുമായിരുന്നില്ല, അത് ഭാസ്കരൻ തന്നെയായിരുന്നു എന്ന്. ഇതിന്റെ പിറ്റേ ദിവസം വിദ്യയ്ക്ക് ഒരു കോൾ വരുന്നുണ്ട്. വിദ്യയുടെ കയ്യിലുള്ള ഡോക്യുമെന്റുമായി അവർ പറയുന്ന ഒരു ലൊക്കേഷനിലേക്ക് എത്താൻ വിദ്യ ആ ലൊക്കേഷനിലേക്ക് പോവുകയും ചെയ്യുന്നു. അന്ന് ഒരു വലിയ ഉത്സവം നടക്കുന്നുണ്ടായിരുന്നു കൊൽക്കട്ടയിൽ. അതുകൊണ്ട് തന്നെ ആൾക്കാരുടെ ഒരു വലിയ കൂട്ടം തന്നെ റോഡിലും എല്ലാ സ്ഥലത്തും ഉണ്ടായിരുന്നു. വിദ്യ ഫോണിൽ പറഞ്ഞ അതേ ലൊക്കേഷനിലേക്ക് എത്തുകയാണ്. വിദ്യയെ അന്വേഷിച്ച് ഖാന്റെ ടീമും ആൾക്കാരുടെ ഇടയിൽ എല്ലായിടത്തും ഉണ്ടായിരുന്നു. വളരെ വലിയ ആൾക്കൂട്ടം ഉണ്ടായിരുന്നത് കൊണ്ട് വിദ്യ പോയ ലൊക്കേഷൻ ഏതാണെന്ന് ഖാനും ഖാന്റെ ടീമിനും മനസ്സിലാക്കാൻ കഴിയുന്നില്ല. ഈ സമയം ഉത്സവം നടക്കുന്ന മറ്റൊരു ഒഴിഞ്ഞ സ്ഥലത്ത് വിദ്യ എത്തുകയാണ്. അവിടെ മിലനും എത്തുന്നു. ഡോക്യുമെന്റ് എവിടെയെന്ന് മിലൻ ചോദിക്കുന്നു. ഡോക്യുമെന്റ് തരുമെങ്കിൽ എൻ്റെ ഭർത്താവിനെയും നീ തിരിച്ചു തരുമല്ലേ എന്ന് ചോദിക്കുന്നു. അതെ, തിരിച്ചു തരുമെന്ന് മിലൻ പറയുന്നു. ഇത് കേൾക്കുന്ന വിദ്യ ചോദിക്കുകയാണ്, നിനക്ക് തിരിച്ചു തരാൻ പറ്റുമോ? ഇതിന് മറുപടി കൊടുക്കാൻ പറ്റാതെ തിരിഞ്ഞു നടക്കാൻ ശ്രമിക്കുന്ന മിലനെ വിദ്യ പിടിച്ചു നിർത്തുന്നു. ഉടനെ തന്നെ മിലൻ ഗർഭിണിയായ വിദ്യയുടെ അടിവയറ്റിൽ ഒരു ചവിട്ട് ചവിട്ടുന്നു. വേദന സഹിക്കാൻ പറ്റാതെ നിലവിളിച്ച് തറയിൽ കുത്തിയിരിക്കുന്ന അവളുടെ അടുത്തേക്ക് മിലൻ ഒരു തോക്കും ചൂണ്ടി അടുത്തേക്ക് എത്തുകയാണ്. ഇപ്പോഴിവിടെ ഒരു വലിയ ട്വിസ്റ്റ് നടക്കുന്നുണ്ട്. എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ വിദ്യ ഒരു ഗർഭിണിയെ ആയിരുന്നില്ല. അവൾ വയറ്റിൽ വച്ചിരുന്നത് ഒരു ഡെമ്മി വയറായിരുന്നു. ആ ഡെമ്മി വയറെടുത്ത് തോക്ക് ചൂണ്ടിക്കൊണ്ടുവന്ന മിലന്റെ കയ്യിൽ അവൾ ആഞ്ഞടിക്കുന്നു. തോക്ക് തെറിച്ച് തറയിൽ വീഴുന്നു. ഇതിനുശേഷം അവളുടെ തലമുടിയിൽ വച്ചിരുന്ന വളരെ നീളമുള്ള സൂചിയെടുത്ത് അവന്റെ കാലിൽ കുത്തിയിറക്കുന്നു. വേദന കൊണ്ട് കുനിഞ്ഞ് അവന്റെ കഴുത്തിലും അവൾ അത് ഊരി കുത്തുന്നു. വേദന സഹിക്കാൻ വയ്യാതെ തറയിൽ വീണ മിലനെ അവന്റെ തന്നെ തോക്കെടുത്ത് വെടിവെച്ച് കൊല്ലുന്നു അവൾ. വെടിയുടെ ശബ്ദം കേട്ട് അവിടേക്ക് ആദ്യം ഓടിയെത്തുന്നത് കോൺസ്റ്റബിൾ റാണയാണ്. റാണയെ കണ്ട വിദ്യ ശ്രീധരന്റെ കമ്പ്യൂട്ടറിൽ നിന്നും ശേഖരിച്ച ഭാസ്കരനെതിരെയുള്ള തെളിവുകൾ അടങ്ങുന്ന പെൻ ഡ്രൈവർ മിലന്റെ ബോഡിയുടെ സൈഡിൽ ഇട്ടതിന് ശേഷം ആൾക്കൂട്ടത്തിനിടയിലേക്ക് രക്ഷപ്പെട്ട് പോവുകയും ചെയ്യുന്നു. പിന്നാലെ വന്ന ഖാനും ടീമും ഇത് കണ്ട് അതിശയിച്ച് നിൽക്കുന്നു. എന്തിനാണ് ഇവൾ മിലനെ കൊന്നത്? ഇവളും മിലനും തമ്മിൽ എന്താണ് ബന്ധം? അവർക്ക് ഒന്നും മനസ്സിലാകുന്നില്ല. വിദ്യയെ ആൾക്കൂട്ടത്തിനിടയിൽ ചെന്ന് കണ്ടുപിടിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും വിദ്യ രക്ഷപ്പെട്ട് കഴിഞ്ഞിരുന്നു. ഇതിന് ശേഷമാണ് വിദ്യ ആരാണെന്ന് സിനിമയിൽ ഡീറ്റെയിൽ ആയി കാണിക്കുന്നത്. വിദ്യ ആരാണെന്നറിയാമോ? സിനിമയുടെ തുടക്കത്തിൽ കൊൽക്കത്തയിലെ മെട്രോ ട്രെയിനിൽ വിഷവാതകം ശ്വസിച്ച് കുറെ ആൾക്കാർ മരിക്കുന്നുണ്ടല്ലോ. ആ ട്രെയിനിൽ അരൂപ് എന്ന് പറയുന്ന ഒരാളും കയറുന്നുണ്ട് ഒരു ബാഗ് തപ്പി. ആ അരൂപാണ് വിദ്യയുടെ ഭർത്താവ്. ഇയാൾ ഒരു ഇന്റലിജൻസ് ബ്യൂറോ ഏജന്റ് ആയിരുന്നു. ട്രെയിനിൽ നടക്കാൻ പോകുന്ന അപകടം നടക്കാതിരിക്കാൻ വേണ്ടിയാണ് അയാൾ ആ ട്രെയിനിൽ കയറുന്നത്. പക്ഷേ അവിടെ അപകടം നടക്കുകയും അയാളും ആ അപകടത്തിൽ മരണപ്പെടുകയും ചെയ്യുന്നു. അരൂപ് എന്ന തന്റെ ഭർത്താവ് മരിക്കുന്ന സമയത്ത് വിദ്യ പൂർണ്ണ ഗർഭിണിയായിരുന്നു. തന്റെ മരണപ്പെട്ട ഭർത്താവിന്റെ ശരീരം കണ്ട ആ ഷോക്കിൽ വിദ്യ അബോഷനുമാകുന്നു. ഇനി ഈ മരിച്ചുപോയ അരൂപിന്റെ അച്ഛൻ ആരാണെന്നറിയാമോ? വേറെ ആരുമല്ല, ഇടയ്ക്ക് ഭാസ്കർ എന്ന് പറയുന്ന ആ ഇന്റലിജൻസ് ഓഫീസർ ഒരു പ്രതാപ് എന്ന് പറയുന്ന റിട്ടയർഡ് ഓഫീസറെ വിളിച്ചിട്ട് തിരിച്ച് ജോലിയിൽ പ്രവേശിക്കണമെന്ന് പറയുന്നുണ്ടല്ലോ. ആ പ്രതാപാണ് മരിച്ചുപോയ അരൂപിന്റെ അച്ഛൻ. ആയതിനാൽ തന്നെ പ്രതാപിന് അറിയാമായിരുന്നു മിലനെ കൊല്ലാൻ വിദ്യ നടക്കുന്നുണ്ട് എന്ന്. ഇതുകൊണ്ടാണ് പ്രതാപിനെ ഭാസ്കർ ഫോൺ വിളിക്കുന്ന സമയത്ത് പറയുന്നത് ഡിപ്പാർട്ട്മെന്റിൽ തന്നെ ഒരാൾ മിലനെ സഹായിക്കുന്നുണ്ട്, അയാളെ പിടിക്കട്ടെ, അതിനുശേഷം ഞാൻ ജോലിയിൽ പ്രവേശിക്കാമെന്ന്. അങ്ങനെ അവസാനം ഭാസ്കറിനെയും പിടിക്കുന്നുണ്ട്. മിലനെ വിദ്യ കൊല്ലുന്നതിലൂടെ സ്വന്തം ഭർത്താവിനും മെട്രോ ട്രെയിനിൽ മരണപ്പെട്ടവർക്കും നീതി ലഭിക്കുന്നതായി കാണിച്ചുകൊണ്ട് സിനിമ അവസാനിക്കുകയാണ്. വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരാൻ മറക്കരുതേ.